ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്ലാസ് 8ൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കുന്നത്. അതായത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോണത്. ഓക്കെ, യെസ്. അപ്പോൾ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്നൊരു റൈറ്റർ എഴുതിയ വെരി ബ്യൂട്ടിഫുൾ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് പഠിക്കാനിരിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കും അതേപോലെ മീനിങ്സ് എഴുതാനായിട്ടൊരു പെൻസിൽ അല്ലെങ്കിൽ പേനയും കൂടി എടുത്തിട്ട് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ടഫായിട്ടുള്ള വാക്കുകളുടെ അറിയാത്ത വാക്കുകളുടെയൊക്കെ മീനിങ്സ് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson, Mani. ഗ്രാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ് മദർ. ഓക്കെ, ഇവിടെ ഒരു അമ്മൂമ്മയാണ് ഒരു ക്യാരക്ടർ. അപ്പോൾ ഗ്രാനിക്ക് എന്തൊക്കെയാണ് കേൾക്കാൻ പറ്റുന്നത്? ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ, അതായത് റിവറിൽ നിന്നുള്ള റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടാണ്. ഓക്കെ, ലൗഡ് സൗണ്ട്. റിവറിൽ നിന്നുള്ള നല്ല ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് എന്ന് പറയുന്നത് പോയിൻറ്റഡ് ലീവ്സ് ഓഫ് പൈൻ, അതായത് പൈൻ ട്രീയുടെ സ്മെല്ല്, അതിൻ്റെ ലീവ്സിൽ നിന്ന് വരുന്ന സ്മെല്ല് ശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് എ ഗ്രാൻഡ്സൺ മണി. അതേപോലെ ഗ്രാൻഡ്സൺ, കൊച്ചുമോൻ ആണ് മണി, മെയിൻ ക്യാരക്ടറാണ് കേട്ടോ. മണി അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രസൻസ് ഗ്രാൻഡ് മദറിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഷീ കുഡൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷേ ഗ്രാൻഡ് മദറിന് റിവർ കാണാൻ പറ്റുന്നില്ല, ഈ സ്മെല്ല് വരുന്ന ട്രീസ് കാണാൻ പറ്റുന്നില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ. പക്ഷേ മണിയുടെ ഫസി എന്ന് പറയുന്നത് ഫ്രിസി, അല്ലെങ്കിൽ ഇങ്ങനെ മുടിയുണ്ടല്ലോ, മണിയുടെ ആ ഒരു മുടി മാത്രമാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏകദേശം. ആൻഡ് സംടൈംസ് ഇസ് ബ്ലാക്ക്ബെറി ഐസ്. ചില സമയത്ത് മണിയുടെ ബ്ലാക്ക്ബെറി പോലിരിക്കുന്ന കണ്ണുകളും. ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. മണി ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലിങ്ങനെ തിളങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പം അതും ചില സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഗ്ലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തോ, ബ്രൈറ്റ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഷൈൻ ചെയ്യുന്നത് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസ്സസ്. നമ്മുടെ ഗ്രാനിനെ പറ്റി പറയാം. ഗ്രാനി ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, പഴയ കണ്ണടയാണ് കേട്ടോ. ഷീ ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷമായിട്ട് ഗ്രാനി കണ്ണട വെച്ചാണ് നടക്കുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ. ഗ്രാനിയുടെ കണ്ണിൻ്റെ കാഴ്ച ശരിക്കും വീക്കായിട്ട് കുറഞ്ഞു വരികയാണ്. ആൻഡ് ദ ഗ്ലാസസ് വെയർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ഇപ്പോൾ ഗ്ലാസിൻ്റെ അവസ്ഥ സ്ക്രാച്ചൊക്കെ വീണാകെ നശിച്ച് ഇരിക്കുകയാണ്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ ആ കണ്ണടയിലൂടെ നോക്കിയാൽ കുറച്ച് മാത്രമാണ് കാണാനായിട്ട് പറ്റുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർ സെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പോൾ മണിയുടെ അച്ഛനും തോന്നാണ്, കുറേ നാളായില്ലേ ഗ്രാനിയുടെ കണ്ണുകളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടും ഒരു പുതിയ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടും. വെൽ യു നോ വി ക്യാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെറ്റ് ഗ്രാനി. പക്ഷെ നമ്മുടെ ഗ്രാനി പറയാണ്, പക്ഷെ ഇത് നമ്മുടെ വില്ലേജിൽ, ഈ ഗ്രാമത്തിൽ ഈ ഗ്ലാസും കിട്ടില്ല, അതേപോലെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ എന്ന്. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസൂറി എന്ന് പറയുന്ന സ്ഥലത്ത് ഐ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോകണം. എന്നാലാണ് നിങ്ങൾ ഇടിവെട്ടിയതുണ്ടോ, ഇടിവാളുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസൂറിയിൽ പോയാലാണ് ഐ ഹോസ്പിറ്റലിൽ പോണ്ടി വരും എന്ന് പറയാണ്. ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പോൾ നമ്മുടെ മണി പറയാണ് അതാണ് അടുത്തുള്ള ടൗൺ, അവിടെയാണ് ഐ ഹോസ്പിറ്റൽ ഉള്ളത്, അവിടെ പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ബട്ട് ദാറ്റ് ഈസ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷെ ഗ്രാനി പറയാണ് അത് 2 ദിവസം എടുക്കും അവിടേക്ക് പോകാനായിട്ട്. അങ്ങനെ പറഞ്ഞ് ഗ്രാനി ഒന്ന് അതിനെ എതിർത്തു. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അപ്പോൾ ഗ്രാനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. ഗ്രാനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷി ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയുടെ അടുത്ത് നിന്ന് പാർട്ടഡ് മീനിങ് സെപ്പറേറ്റഡ്, വേറെ സ്ഥലത്തേക്ക് സെപ്പറേറ്റഡ് ആയിട്ട് പോകാനായിട്ട് ഗ്രാനിക്ക് താല്പര്യം ഇല്ല.
He was 11 and quite capable of looking after himself. മണിക്ക് എത്ര വയസ്സായി? 11 വയസ്സാണ്. സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. But Granny had brought him up ever since his mother had died when he was only a year old. അതായത് നമ്മുടെ മണിക്ക് 1 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പോയതാണ്. അതുമുതൽ 11 വയസ്സ് വരെ ഗ്രാനിയാണ് നമ്മുടെ മണീനെ വളർത്തി വലുതാക്കിയത്. ബ്രോട്ട് ഹിം അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തി വലുതാക്കിയത് കേട്ടോ. ഷീ വാസ് ഹിസ് നാനി, മറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പോൾ എന്താണ്, ഗ്രാനിയാണ് മണിയുടെ നാനി. നാനി എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ അമ്മ. മെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, മദർ കണക്ഷൻ വരുന്നതാണ്. അപ്പോൾ അമ്മയുടെ അമ്മ. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. അപ്പോൾ ഈ ഗ്രാനി ആരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്? മണിയുടെ കാര്യം നോക്കുന്നുണ്ട്, മണിയുടെ ഫാദറിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. അതേപോലെ വീട്ടിൽ കൗ, ഹെൻ ഒക്കെ ഉണ്ട്. അതെല്ലാം വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ, ഭയങ്കര താല്പര്യത്തോടും ഒക്കെ കൂടി, ഡിവോഷൻ അതിനോട് ഭയങ്കര സ്നേഹം ഒക്കെ അങ്ങനെ തന്നെയാണ് ഗ്രാനി ഈ പറയുന്നതെല്ലാനും എല്ലാവരും നോക്കുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷി സെഡ്. അപ്പോൾ നമ്മുടെ ഗ്രാനി പറയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റാൻലി. അപ്പോൾ മണിയുടെ അച്ഛൻ പറഞ്ഞു എന്താണ്, ശ്രദ്ധിക്കുക. നൗ ലിസൺ, സ്റ്റാൻലി മീനിങ് കോൺസ്റ്റൻ്റ് ആയിട്ട്, എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാണ്. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മസൂറി. അതായത് ഞാൻ നിന്നെ സ്വന്തമായിട്ട് എന്താ പറയുക ഒറ്റയ്ക്ക് ഗ്രാൻഡ് മദറിനെ എങ്ങോട്ടും വിടുന്നില്ല. ഓക്കെ, ഞാൻ മസൂരിയിലേക്ക് കൊണ്ടുപോയിക്കോളാം, നിങ്ങളെ ഗ്രാനീനെ കൊണ്ടുപോയിക്കോളാം എന്ന് ആര്, മണിയുടെ ഫാദർ പറഞ്ഞു. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. എന്നിട്ട് മണീനെ ഇവിടെ ഒറ്റയ്ക്കാക്കോ? അതായത് ഗ്രാൻഡ് മദറിനെയും കൊണ്ട് ഫാദർ മസൂരിക്ക് പോയി കഴിഞ്ഞാൽ മണി ഇവിടെ തന്നെ നിൽക്കേണ്ടവരില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ഇറ്റ്? എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ, അച്ഛനോടും ഗ്രാനി ചോദിക്കണം, എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ മണീനെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോണെ പറ്റി ചിന്തിക്കാൻ തന്നെ സാധിക്കുന്നത്? ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി സെഡ് മണി ഈഗർലി. അപ്പോൾ ഏറ്റവും താല്പര്യത്തോടെ, ഈഗർലി മീനി ഭയങ്കര താല്പര്യത്തോടെ മണി പറയാണ് ഓക്കെ എന്നാൽ ഞാൻ ഗ്രാനീനെ മസൂരിയിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ മസൂരിയിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഐ നോ വെയർ വി ക്യാൻ സ്റ്റേ. എനിക്കറിയാം നമ്മൾക്ക് എവിടെയാണ് താമസിക്കാൻ പറ്റാമെന്ന്. പക്ഷേ എന്നിട്ട് അവൻ ഒരു ഇച്ചിരി നേരം ഹി പോസ്ഡ് എ മൊമെൻറ്റ്, ഒന്ന് സൈലൻ്റായി നിന്നു. ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അതായത് അച്ഛനെ ഒന്ന് സംശയത്തോടെ നോക്കി, എന്നിട്ട് അമ്മൂമ്മേനെ നോക്കി. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ വുഡ് യു ഗ്രാനി? അതിൻ്റെ ചോദിക്കുകയാണ്. ഓ ഗ്രാൻഡ് മദർ അത്രയും ദൂരേക്ക് ആ സ്ഥലത്തേക്ക്, ഓക്കെ, നെയിൻ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം ഐ ഹോസ്പിറ്റലുള്ള സ്ഥലമാണ്. അവിടേക്ക് എന്താ പറയുക, നടന്നു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ് തീർച്ചയായിട്ടും എനിക്ക് നടക്കാൻ പറ്റും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എനിക്ക് കണ്ണുകൾ കാണാൻ പറ്റുന്നില്ല, ബ്ലൈൻഡ് ആണെന്നേ ഉള്ളൂ, എൻ്റെ കാലിന് ഒരു പ്രശ്നമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പോൾ ഗ്രാനിക്ക് എത്ര വയസ്സുണ്ട്? 70 വയസ്സുണ്ട്. അപ്പോൾ മണി പറയാണ് ബട്ട് യു ആർ 70, 70 വയസ്സായി ഗ്രാനി നിങ്ങൾക്ക്. വാട്ട് ഹാസ് ഇറ്റ് ഗോ ടു ഡു വിത്ത് ഇറ്റ്? അതിനെന്താ കുഴപ്പം? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ. എന്നിട്ട് പറയാണ്, ഗ്രാനി പറയാണ് നെയിനിലേക്ക് എന്താ പറയുക, ഡൗൺ ഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പാണ്, താഴേക്ക് ആണ്, മല താഴേക്ക് നടന്നു പോകാനാണ്, മല ഇറങ്ങലാണ്. ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്, തിരിച്ചു വരുമ്പോൾ എന്താണ്, മല കയറണം. അപ്പ് ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് കയറണം. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. ഗ്രാനി പറയുന്നത് മുകളിലേക്ക് മല കയറുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. Now that she knew money might be accompanying her, she was more than ready to make the journey. അപ്പോൾ ഗ്രാനിക്ക് മനസ്സിലായി മണിയാണ് കൂടെ വരാൻ പോണത്. ഇപ്പം നാനി ഓക്കെയാണ് യാത്ര പോകാനായിട്ട്, കൂടുതൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്. While we are in Missouri, we will get some seeds and buds. അപ്പോൾ ഗ്രാനി പറയാണ് നമ്മൾ മസൂരിയിൽ എത്തുമ്പോൾ നമുക്ക് കുറച്ച് വിത്തുകളും ബൾബൊക്കെ വാങ്ങിക്കണം. ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. അതേപോലെ നമ്മുടെ ഗ്രാനി പശുവിനെയൊക്കെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വെള്ള പശുവിന് ഒരു ബെൽ, പുതിയൊരു ബെല്ലും കൂടി വാങ്ങിക്കണം. ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. അതേപോലെ തന്നെ ഫാദറിന് ഒരു പുൾ ഓവർ, ഒരു സ്വെറ്റർ വാങ്ങിക്കണം. അതുപോലെ നിനക്കൊരു ഷൂസും വാങ്ങിക്കണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. അതൊക്കെ കേട്ടപ്പോൾ മണിയുടെ അച്ഛൻ പറയാണ്, ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ കണ്ണ് ടെസ്റ്റിന് പോണതാണോ അതോ വല്ല ഷോപ്പിംഗ് ട്രിപ്പിന് പോവാണോ?
ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. പറയണേ എനിക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടതിൽ 100 രൂപയുള്ളൂ ആകെ എന്ന് അച്ഛൻ പറയാണ്. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. അത് വെച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാമെന്ന് പറയണം. വിൽ മാനേജ് സെഡ് മണി. ഇപ്പോൾ മണി പറയണ ഞങ്ങൾ നോക്കിക്കോളാം. വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. എന്നിട്ട് മണി പറഞ്ഞു ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങിക്കോളാം. നോ വി വോണ്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയണേ ഇല്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. വിൽ സ്റ്റേ എ ഹോട്ടൽ. എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, നമുക്ക് ഒരു ഹോട്ടലിൽ താമസിക്കാം. ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിം. അങ്ങനെ രാവിലെ തന്നെ എന്താ പറയുക, ഒരു ലൈറ്റ് ഡ്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റെയിൻ ഫോളിങ് ഇൻ ഫൈൻ ഡ്രോപ്സ്. ചെറിയ തുള്ളി ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിം. ഗ്രാനിയും നമ്മുടെ മണിയും കൂടെ അവരിങ്ങനെ നെയിനിലേക്ക്, ഐ ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. Now, Mani carried a small bedding roll on his shoulders. Granny carried a large cloth shopping bag and an umbrella. മണി എന്താണ്, ഒരു ഷോൾഡറിൽ ഒരു ബെഡിങ് ഒരു റോൾ ഇങ്ങനെ കിടക്കാൻ പറ്റിയ രീതിയിൽ ഇങ്ങനെ ക്യാരി ചെയ്തു. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ്. അതായത് ക്ലോത്തിൻ്റെ ഒരു വലിയ ഷോപ്പിംഗ് ബാഗ് ഗ്രാനിയും കയ്യിൽ പിടിച്ചു. ആൻഡ് an umbrella, ഒരു കുടയും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. whenever you feel tired we will take rest said മണി. അപ്പോൾ മണി പറയാണ്, എനിക്ക് നീ എപ്പോഴൊക്കെ ടയർഡാവുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഗ്രാനീനോട്, ഗ്രാനി എപ്പോഴൊക്കെ ടയർഡാവുന്നു അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് മണി ഗ്രാനീനോട് പറയാണ്. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ്, നമ്മൾ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഗ്രാനി മണീനോട് പറഞ്ഞു. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ്. അവരിങ്ങനെ എന്താ പറയുക, ഒരു സ്പീഡിൽ, ഒരു പേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ് എന്നാണ് കേട്ടോ, ഒരു വലിയ അധികം സ്പീഡല്ലാണ്ട് ഇങ്ങനെ അത്യാവശ്യം ഒരു ഇതിൽ നടന്നു. വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്, അധികം അവർ സംസാരിച്ചില്ല. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. അതായത് അതിങ്ങനെ എന്താ പറയുക, വേൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ കറങ്ങി അവരുടെ മുകളിലൂടെ. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. അതായത് ഗ്രീനും അതേപോലെ റെഡ് കളറിലുള്ള എന്താ പറയുക ഫ്ലാഷസ് അതിൻ്റെ മുകളിൽ, ആ ഒരു എന്താ പറയുക സോംബർ സ്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സോംബറിൻ്റെ മീനിങ് ഓക്കെ, ഒരു സീരിയസ് ആയിട്ടുള്ള ആ ഒരു സോംബർ എന്നുള്ളതിന് സീരിയസ് എന്നൊരു മീനിങ് ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്കൊരു ഡാർക്ക് ഗ്ലൂമി സീരിയസ് ലുക്കിംഗ് സ്കൈ എന്ന് പറയും. ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കൈ ആണ് അതിലൂടെ ഇങ്ങനെ പാരറ്റ് പറന്നു പോകുന്നുണ്ട്. There were no other sounds except for the hiss and gentle patter of the rain. അവിടെ വേറെ ശബ്ദമൊന്നുമില്ല, ആകെ എന്താ പറയുക മഴയുടെ ആ ഒരു എന്നുള്ള ശബ്ദവും ആ ഒരു എന്താ പറയുക മഴയുടെ ആ ഒരു ഒച്ചയും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ആകെ ഉള്ളൂ. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം അ ബുഷ്. അപ്പോൾ മണി എന്താ പറയുക ഇടയ്ക്ക് നിന്നു, എന്നിട്ട് ബ്ലാക്ക്ബെറീസ് ബുഷിൽ നിന്ന്, അതായത് ഒരു ചെടിയിൽ നിന്ന് ബ്ലാക്ക്ബെറി പറിക്കുകയാണ്, കാട്ടിലെ ബ്ലാക്ക്ബെറി. ഗ്രാനി വാസൻ ഫോണ്ട് ഓഫ് ബെറീസ്. പക്ഷേ അമ്മാമ്മയ്ക്ക് ഈ പറയുന്ന ബെറീസ് ഒന്നും വലിയ താല്പര്യമില്ല. ഫോണ്ട് ഓഫ് എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ല. ആൻഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. അതുപോലെ തന്നെ എന്താ ഗ്രാനി ആ ഒരു സ്ലോ ഡൗൺ ചെയ്തില്ല. സ്ലാക്കൻ മീനിങ് സ്ലോ ചെയ്തൊന്നുമില്ല. ഗ്രാനി തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നു. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോൾ മണി എന്താണ് ബ്ലാക്ക്ബെറി പറിക്കാൻ പോയേക്കാളോ. അപ്പോൾ ഗ്രാൻഡ്മ പക്ഷേ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ പറയുക സ്ലോ ആയില്ല. അപ്പോൾ എന്താ ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ മണി വേഗം നടന്നു, സ്പീഡിൽ നടന്നു അമ്മാമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട്. ദെൻ കേട്ടോ ഓക്കെ. സൂൺ ഹിസ് ലിപ്സ് വെയർ പേർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ ഈ ബെറീസിൻ്റെ ജ്യൂസ് കാരണം എന്താ നമ്മുടെ മണിയുടെ ചുണ്ടുകൾ പേർപ്പിൾ കളറായിട്ട് മാറി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. എന്താ മഴ പെട്ടെന്ന് നിന്നു, എന്നിട്ട് സൂര്യൻ പുറത്തേക്ക് വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. അതിൻ്റെ താഴെ എന്താണ് ഫീൽഡിൻ്റെ അതായത് വയലിൻ്റെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറ് വന്നു അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. ആൻഡ് ദ ഹിൽസ് വെർ ബെഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. അതായത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ താഴെ നമുക്ക് ഫീൽഡ്സ് കാണാം. ഓക്കെ,
ഫോറസ്റ്റിൻ്റെ ഡാർക്ക്നെസ് ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, അതിൻ്റെ മുമ്പിൽ തന്നെ എന്താണ് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഫീൽഡ്സ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദ ഹിൽസ് വെയർ ബേക്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. അതുപോലെ മല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ കളറിലുള്ള സൺഷൈനിൽ കുളിച്ച് നിൽക്കുകയാണ്. മണി റാൻ എഹെഡ്. എന്നിട്ട് മണി പക്ഷേ എന്താ പറയുക, മുന്നോട്ട് ഓടിപ്പോയി. കെൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. എല്ലാം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ ഗ്രാനിന്ന് മണി ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷെഡ്, ദാറ്റ് ഈസ് ഇന്നഫ് ഫോർ ജസ്റ്റ് നൗ. അപ്പോൾ ഗ്രാനി പറഞ്ഞു, എനിക്ക് വഴി കാണാൻ പറ്റുന്നുണ്ട്, നിൻ്റെ വൈറ്റ് ഷീറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പം അത്രയും കണ്ടാൽ മതി. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. ഗ്രാനി മണിയും ചെറിയതായിട്ടൊരു ഭക്ഷണം റോഡ് സൈഡിലിരുന്ന് കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ, ഒരു പൈൻ ട്രീയുടെ അടുത്ത് ഒരു തണലിലിരുന്ന കഴിച്ചത്. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്, നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് വെള്ളം. ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം കുറച്ച് കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വെർ ഡയറക്ട്ലി അബവ് നെയിം. അതായത് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ നേരെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മല പ്രദേശമാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ അതാണ് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കുന്നത്. വി ആർ ഓൾമോസ്റ്റ് ദെയർ സെഡ് മണി. മണി പറഞ്ഞു, നമ്മൾ ഏകദേശം അവിടെ എത്താറായി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. എനിക്ക് അങ്കിളുടെ എന്താ പറയുക, വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ടെമ്പിൾ, അമ്പലം കാണാൻ പറ്റുന്നുണ്ട്. ഐ കാൻ സീ എ തിങ് സെഡ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു, എനിക്കൊന്നും കാണുന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. അപ്പോൾ എന്താ, മഞ്ഞ് കാരണം. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് കാരണമാണ് കാണാൻ പറ്റാത്തത്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അതായത് ആ ഒരു അതിൽക്കൂടെ ആ ഒരു സ്ഥലത്തേക്കൂടെ എന്താ പറയുക, മിസ്റ്റ്, നല്ല തിക്കായിട്ടുള്ള മഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അപ്പോൾ എന്താ, നല്ല മഴ പെയ്യാൻ കേട്ടോ. അവർ റിവറിൻ്റെ അടുത്തുള്ള ചെറിയ മാർക്കറ്റിൻ്റെ ടൗണിലെത്തിയപ്പോഴേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വേഴ്സ് ലീക്കിംഗ് ബാഡ്ലി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രാനിയുടെ ഒരു കുട എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ടും. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ്. പക്ഷെ അവർ ഉടനെ തന്നെ അങ്കിളുടെ വീട്ടിലെത്തും, അവിടെ ചെന്നിട്ട് ഡ്രസ്സും ഒക്കെ ഉണക്കും. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. എന്നിട്ട് എന്താ പറയുക, ചൂടുള്ള പാൽ ചായ, മധുരമുള്ള ചൂടുള്ള പാൽ ചായ കുടിക്കും. Mani got up early the next morning and ran down the narrow street to bathe in the river. മണി പിറ്റേ ദിവസം, അപ്പോൾ അവർ അങ്കിളുടെ വീട്ടിലെത്തിയിട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മണി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റു. ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബേത്ത് ഇൻ ദ റിവർ. എന്നിട്ട് ചെറിയ വഴി കൂടെ, നാരോ മീനിങ് ചെറിയൊരു വഴി കൂടെ ഓടിച്ചെന്നു റിവറിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. മണി അങ്ങനെ എന്നിട്ട് അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, മണി എന്താ കേട്ടത്, ബ്ലെയർ എന്ന് പറഞ്ഞാൽ ലൗഡ് സൗണ്ട്, ഒരു ബസ്സിൻ്റെ ഹോണടി കേട്ടു. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസൂറി. അപ്പോൾ അങ്കിളുടെ വീട്ടിൽ നിന്ന് മുസൂറി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആകെ ഒരു ബസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട് 2 വീഡിയോ ഞാൻ എന്താ പറയുക, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, പറയുന്നതെല്ലാം ക്ലിയർ ആണ് എന്നാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.